യുഎസിലെ ഇൻഡ്യാനാപോളിസിൽ വെച്ച് നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി ദിവ്യകാരുണ്യവുമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി തീർത്ഥാടനം നടത്താനുള്ള ഒരുക്കത്തിലാണ് അമേരിക്കയിലെ യുവജനങ്ങൾ. വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് തീർത്ഥാടനത്തിന്റെ പ്രധാന ലക്ഷ്യം. 6500 കിലോമീറ്ററുകൾ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്ന ഇൻഡ്യാനാപോളിസിൽ എത്തിച്ചേരുക എന്നതിലൂടെ പിന്നിടുന്ന ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യം സാക്ഷ്യപ്പെടുത്തുവാനാണ് അമേരിക്കയിലെ യുവജനങ്ങൾ ഒരുങ്ങുന്നത്. 6 പേർ എന്ന നിലയിൽ 19നും 29നും ഇടയിൽ പ്രായമുള്ള 24 യുവജന തീർത്ഥാടകർ 4 വ്യത്യസ്ത വഴികളിൽ ഓരോ ദിവസവും 15ഓളം മൈലുകൾ സഞ്ചരിക്കും. പര്യടനത്തിന്റെ ഭാഗമായി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഒരുക്കുന്നുണ്ട്. ഇതിനോടകം നിരവധി യുവജനങ്ങളാണ് ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്നതിനായുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായി 2024 ജൂലൈ 17 മുതൽ ഇൻഡ്യാനാപോളിസ് കോൾട്സിന്റെ ഹോം സ്റ്റേഡിയമായ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. 80,000-ഓളം കത്തോലിക്കർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കൻ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തെ അടയാളപ്പെടുത്തുന്നതായിരിക്കും ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പാപ്പ അന്ന് പറഞ്ഞിരുന്നു.